നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. അതിരപ്പള്ളി ആദിവാസി ഊരിൽ 17-കാരിയെ പീഡിപ്പിച്ചതായി സൂചന. ഓട്ടോറിക്ഷ ഡ്രൈവർ അടക്കം 3 പേർ മദ്യം നൽകി പീഡിപ്പിച്ചതായി പെൺകുട്ടി പറഞ്ഞതായി ആശുപത്രി അധികൃതർ. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ കൊടും ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചു. വാർത്തകൾ വിശദമായി. അതിരപ്പള്ളി ആദിവാസി ഊരിൽ 17-കാരിയെ പീഡിപ്പിച്ചതായി സൂചന. ആരോഗ്യ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡോക്ടർമാർ പോലീസിൽ വിവരം അറിയിച്ചെങ്കിലും പെൺകുട്ടിയുടെ മൊഴിയെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ലെന്നും പറയുന്നു. ഓട്ടോറിക്ഷ ഡ്രൈവർ അടക്കം 3 പേർ മദ്യം നൽകി പീഡിപ്പിച്ചതായി പെൺകുട്ടി പറഞ്ഞതായിട്ടാണ് ആശുപത്രി അധികൃതർ പോലീസിന് നൽകിയ വിവരമെന്ന് പറയുന്നു. എൻ്റെ കൊച്ചിനെ കാണാണ്ട് കുറേ അന്വേഷിച്ച് പോയി കണ്ടുപിടിച്ചത്. പിന്നെ കോളനിക്കാരെല്ലാവരും കൂടിയാണ് കൊച്ചിനെ അന്വേഷിച്ച് തിരഞ്ഞ് പോയി കണ്ടുപിടിച്ച് കൊണ്ടുവന്നത്. കൊച്ചിനെ കണ്ടാൽ ഇങ്ങനെ ഈറ്റപ്പട്ടാലിൻ്റെ ഇടയിലാണ് കൊച്ചു കിടന്നത്. അവശതയായിട്ടാണ് കിടന്നത്. കൊച്ചു ബോധം ഉണ്ടായില്ല കൊച്ചിന് കാണുമ്പോൾ അല്ലേ? കാണുമ്പോൾ എന്നിട്ട് നമ്മൾ വെറ്റിലപ്പാറ കൊണ്ടുപോയില്ലേ? വെറ്റിലപ്പാറ ആംബുലൻസിൽ കയറ്റി ഇവിടെ ഹോസ്പിറ്റലിലേക്ക് താലൂക്കിൽ ആശുപത്രിയിൽ കൊണ്ടുപോകല്ലേ? ഇപ്പം എങ്ങനെയുണ്ട് മോൾക്ക്? ഇപ്പോൾ ഒരുവിധം കുഴപ്പമില്ല. അതല്ലേ? ഈ മരുന്നൊക്കെ കൊടുത്ത് അതല്ലേ? പോലീസ് വന്ന മൊഴി ഇപ്പം എടുക്കണമെന്നുണ്ടല്ലേ? കൊടുക്കുന്നുണ്ട്. പരാതി നമ്മൾ ആർക്കും കൊടുക്കണ്ടേ? വേറെ ഇല്ല, വേറെ തന്നെ കൊടുത്തിട്ടില്ല. പരാതികൾ കൊടുക്കണ്ടേ? കൊടുത്തിട്ടില്ല. ഇപ്പം മോൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. ഇപ്പോൾ പോലീസ് വന്ന് മൊഴി എടുക്കണ്ടേ അല്ലേ? ഇരിഞ്ഞാലക്കുടയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ് സർവീസ് ആരംഭിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R. ബിന്ദു ഫ്ലാഗ് ഓഫ് ചെയ്തു. ഇരിഞ്ഞാലക്കുടക്കാർക്കായി 4 സർവീസുകൾ കൂടി പുതിയതായി തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതായി മന്ത്രി പറഞ്ഞു. ഇരിഞ്ഞാലക്കുട KSRTC ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ അധ്യക്ഷയായി. ചാലക്കുടി ATO J. സുനിൽ, വാർഡ് കൗൺസിലർ അമ്പിളി ജയൻ, KSRTC വികസന സമിതി കൺവീനർ ജയൻ അരിമ്പ്ര, കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ PK ഗോപി, ഇരിഞ്ഞാലക്കുട KSRTC ഇൻസ്പെക്ടർ ഇൻചാർജ് TK കൃഷ്ണകുമാർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കോയമ്പത്തൂർ സർവീസ് ഇരിഞ്ഞാലക്കുടയിൽ നിന്നും രാവിലെ 5:45 പുറപ്പെടും. തൃശൂർ, വടക്കാഞ്ചേരി, പാലക്കാട്, വാളയാർ വഴി 10:05 കോയമ്പത്തൂരിലെത്തും. കോയമ്പത്തൂരിൽ നിന്നും തിരികെ 10:35 പുറപ്പെടുന്ന ബസ് ഇതേ റൂട്ടിലൂടെ ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ഇരിഞ്ഞാലക്കുടയിലെത്തും. തുടർന്ന് 3:30 പുറപ്പെടുന്ന ബസ് രാത്രി 7:55 കോയമ്പത്തൂരിൽ എത്തിച്ചേരുകയും രാത്രി 8:25 തിരികെ പുറപ്പെട്ട് അർദ്ധരാത്രി 12:40 ഇരിഞ്ഞാലക്കുടയിൽ സർവീസ് അവസാനിപ്പിക്കും. ശ്രീനാരായണ ഗുരുദേവന്റെ സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദിയുടെ ഭാഗമായി മാളയിൽ ചർച്ചാ സമ്മേളനം സംഘടിപ്പിച്ചു. സമുദായ സെൻസസ് ഇടതു സർക്കാർ ആരെയാണ് ഭയക്കുന്നത് എന്ന വിഷയത്തിൽ നടന്ന ചർച്ച MV ശ്രേയസ് കുമാർ ഉദ്ഘാടനം ചെയ്തു. എന്താണ് അവരുടെ വിദ്യാഭ്യാസ യോഗ്യത, അവർക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങളുണ്ടോ, അവർക്ക് ജോലി ലഭ്യമാണോ, എല്ലാ മേഖലയും നീതി ലഭിക്കുന്നു, ഇതെല്ലാം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം വലിയ സമൂഹത്തിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായ ഇന്ത്യ, അതിൽ ബഹുഭൂരിഷം വരുന്ന ആൾക്കാരുടെ വിവരം അറിയില്ല എന്ന് പറഞ്ഞാൽ ശരിയാകുക. അതുകൊണ്ടാണ് ബീഹാറിൽ ജാതി സെൻസസ് നടപ്പിലാക്കിയത്. ഇവിടെ 2021 സെൻസസ് നടക്കേണ്ടായിരുന്നു, ഇനി നടന്നിട്ടില്ല. 3 വർഷമായി. നമ്മുടെ സമൂഹത്തിലെ യഥാർത്ഥ വിവരങ്ങൾ മനസ്സിലാക്കി എവിടെയാണോ പരിഗണന ലഭിക്കേണ്ടത്, ഏത് വിഭാഗത്തിനാണ് പരിഗണന ലഭിക്കുന്നത്, അവർക്ക് കൃത്യമായി ലഭ്യമാക്കിയില്ലെങ്കിൽ സാമൂഹ്യ നീതിയെ ഉറപ്പാക്കാൻ സാധിക്കില്ല. നാഷണൽ ജുഡീഷ്യൽ അക്കാദമി മുൻ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ G. മോഹൻ പ്രഭാഷണം നടത്തി. ഡോക്ടർ അമൽ C. രാജൻ, സുദേശ് M. രഘു, VS. കർണൻ സിംഗ് എന്നിവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ കൊടും ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചു. പാലക്കാട്, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലകളിലാണ് മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത്.
മാർച്ച് 10 വരെ പാലക്കാട് ജില്ലയിൽ ഉയർന്ന താപനില 39 ഡിഗ്രി സെൽഷ്യസ് വരെയും കൊല്ലം ജില്ലയിൽ ഉയർന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ ഉയർന്ന താപനില 37 ഡിഗ്രി സെൽഷ്യസ് വരെയും തിരുവനന്തപുരം, ആലപ്പുഴ എന്നീ ജില്ലകളിൽ ഉയർന്ന താപനില 36 ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ഈ ജില്ലകളിൽ മലയോര മേഖലകളിൽ ഒഴികെ 2024 മാർച്ച് 10 വരെ ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അതുകൊണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായി കൗമാരക്കാരായ കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി. കൊടകര ഗവൺമെന്റ് LP സ്കൂൾ കൊടകരയിൽ നടത്തിയ ക്ലാസ് കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. കൊടകര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. കൊടകര അഡീഷണൽ ICDS CDPO ഷീബ L നാലപ്പാട്ട് മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ലോക വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി കൊടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമനെയും കൊടകര അഡീഷണൽ ICDS CDPO ഷീബ L നാലപ്പാട്ടുകളെയും പൊന്നാട അണിയിച്ച് ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം CDCB, കൊടകര ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സുനിൽ, തോമസ് വിൽസൺ, സൈക്കോളജിസ്റ്റ് VS വന്ദന, ICDS സൂപ്പർവൈസർ OV വിനീത എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. അതിരപ്പള്ളി ആദിവാസിയൂരിൽ 17കാരിയെ പീഡിപ്പിച്ചതായി സൂചന. ഓട്ടോറിക്ഷ ഡ്രൈവർ അടക്കം 3 പേർ മദ്യം നൽകി പീഡിപ്പിച്ചതായി പെൺകുട്ടി പറഞ്ഞതായി ആശുപത്രി അധികൃതർ. സംസ്ഥാനത്ത് ഞായറാഴ്ച വരെ കൊടും ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.